അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഡൽഹിയിൽ കഴിഞ്ഞ ദീപാവലി നടന്നതിന് ശേഷം ഒരുപാട് പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾക്കറിയാം. അവിടെ ആളുകൾക്ക് താമസിക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഹ്യൂമിഡിറ്റി വർദ്ധിച്ചു, പ്രകൃതി പരിസ്ഥിതി മലിനീകരണം കൂടി, ഇതിൻ്റെ അളവ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും ഇനിയുള്ള ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും അത്. കാരണം മരങ്ങൾ നട്ട് വളർത്തുന്നതിന് നമ്മൾ വേണ്ടത്ര ഒരു പ്രാധാന്യം നൽകുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് മരങ്ങൾ മുറിച്ചു കളയുക എന്നുള്ളത്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ മരം നടുന്ന വിഷയത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ മെസ്സേജ്, നമ്മളും ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, നമ്മൾ ഒരു മരം മുറിക്കുന്ന സമയത്ത് 3 മരങ്ങളെങ്കിലും നട്ട് വളർത്തുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃകയാണ് മരങ്ങൾ നട്ട് വളർത്തുക എന്നുള്ളത്. ഒരു മരം നട്ട് അതിൽ വൃക്ഷങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഫലങ്ങൾ ഉണ്ടായിട്ട് അത് പക്ഷികൾ തിന്നു പോവുകയാണെങ്കിൽ പോലും അതിൽ വലിയ പുണ്യമുണ്ട്. അതൊരു ദാനധർമ്മമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.